എടാ ഞാനിവിടെ പ്രഭാസ് വിജയ് കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴേ കമന്റ് ബോക്സിൽ കിടന്ന് കുറേ അണ്ണന്മാർ ഇങ്ങനെ കരഞ്ഞ് മെഴുകും. പ്രഭാസിന് മുമ്പിൽ എന്ത് വിജയ്, ഒന്ന് പാൻ ഇന്ത്യ, മറ്റേത് പാൻ കുന്നംകുളം, ഒന്ന് 1000 കോടി, മറ്റേത് 500 കോടി അടിക്കാൻ മുക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകളായിട്ട് കുറേ അണ്ണന്മാർ വരും. പക്ഷേ അവരോട് എനിക്ക് ആദ്യമേ ഒന്നേ പറയുള്ളൂ, ഇതൊരു കമ്പാരിസൺ വീഡിയോ ഒന്നും അല്ല, പക്ഷേ ചെറുതായിട്ടൊരു കമ്പാരിസൺ വീഡിയോ കൂടിയാണ്. ചെറുതായിട്ട് കാര്യം വിജയ് എന്ന് പറയുന്നത് തളപതി ക്രിട്ടിക്സ് പ്രൂഫാണ്, നമുക്കറിയാം. പുള്ളി റിവ്യൂസ് പ്രൂഫാണ്. റിവ്യൂസ് ഒന്നും പുള്ളിയുടെ പടത്തിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തിറങ്ങാൻ പോകുന്ന പ്രഭാസ് പടമാണെങ്കിലും പാൻ ഇന്ത്യൻ പ്രഭാസിൻ്റെ പടമാണെങ്കിലും പുള്ളിക്ക് മുമ്പിൽ അല്ല ആ പുള്ളി വന്ന് നിന്നതാ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ജനുവരി 9 ഈ എൻ്റെ പൊന്നെ ദി ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ് ബോക്സ് ഓഫീസ് നടക്കാൻ പോകുന്നത്, യുദ്ധം നടക്കാൻ പോകുന്നത്, വാർ. അപ്പോൾ കാണാമല്ലേ? ഞാൻ പറയുമ്പോൾ സബ്ജക്റ്റ് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് അതിലേക്ക് ഒന്ന് പോയാലോ. ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. അപ്പോൾ ഇത് ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് വാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ശരിക്കും വിറ്റ്നസ് ചെയ്യാൻ പോവുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം വേണമെങ്കിൽ നമുക്ക് വാർ 2 കൂലിയും പറയാം. പക്ഷേ അതിനകത്ത് ഒരുപാട് സൂപ്പർ സ്റ്റാർസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ രണ്ടിനെ അങ്ങോട്ട് മാറ്റിയാണ്. പകരം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം, അത് 2023 ഡിസംബർ ക്രിസ്മസ് റിലീസായിട്ട് വന്ന ഇതേ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ പ്രഭാസിൻ്റെ സലാറും അപ്പുറത്ത് ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ SRKയുടെ ഡങ്കി, ഈ രണ്ട് സിനിമകൾ റിലീസായപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൻ ക്ലാഷ് ആയിരിക്കും. നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഓവർസീസ് എല്ലായിടത്തും ഹ്യൂജ് ക്ലാഷ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിനും കൊടൂര ഹൈപ്പുണ്ടായിരുന്നു. നമുക്കറിയാം സലാർ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ ഡയറക്ടറിൻ്റെ പടമാണ്, KGF ഡയറക്ടറിൻ്റെ പടമാണ്, പ്രഭാസിൻ്റെ പടമാണ്, പാൻ ഇന്ത്യൻ ആക്ടറിൻ്റെ പടമാണ്. പിന്നെ നമ്മുടെ രവി ബസൂറിൻ്റെ മ്യൂസിക്, സീക്വൽ വരാൻ പോകുന്നു, പൃഥ്വിരാജ്, അങ്ങനെ ഒരുപാട് ഹൈപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും ഹൈപ്പ് വരുന്ന സിനിമയ്ക്ക് എബോ ആവറേജ് റെസ്പോൺസാണ് കിട്ടിയത്. ആ എബോ ആവറേജ് റെസ്പോൺസിൽ ഈ സിനിമ എത്രത്തോളം പോകും, അത്രത്തോളം സലാറ് പോയായിരുന്നു. 600 കോടി വേൾഡ് വൈഡ് വാരിക്കുട്ടി. ഇനി ഡങ്കിയിലേക്ക് വരികയാണെങ്കിൽ ഒരു ബ്രാൻഡ് ഡയറക്ടറിൻ്റെ പടം, ഗ്ലോബൽ സൂപ്പർ സ്റ്റാറിൻ്റെ പടം, ആ സിനിമ ഒരു ഫീൽ ഗുഡ് പടമാണ്. പോസിറ്റീവ് ഇട്ടിരുന്നെങ്കിൽ കൊലത്തൂക്ക് തൂക്കിയതിനെ നെഗറ്റീവായിരുന്നു. എന്നിട്ടും എത്ര തൂക്കി? 450 കോടി തൂക്കി. അത് ആരുടെ പവറാ? SRK ഗ്ലോബൽ സൂപ്പർ സ്റ്റാറിൻ്റെ പവറാണത്. അപ്പോൾ ഈ രണ്ട് സിനിമകൾക്കും അതാത് ജേണറിൽ പോസിറ്റീവ് അല്ല എബോ ആവറേജ് റെസ്പോൺസ് കിട്ടിയപ്പോഴത്തേക്കും ഈ തൂക്കിയെങ്കിൽ അന്നേ ഈ രണ്ട് സിനിമകൾക്ക് പോസിറ്റീവ് വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ 1000 കോടി രണ്ടും തൂക്കിയേനെ. ഇനി നമുക്ക് ഇതിലേക്ക് വരാം. ജനുവരി 9 ഈ വർഷം 2026, ഈ വർഷമായിട്ടില്ല, ഈ വർഷമാകാൻ പോണതിൽ, അടുത്ത വർഷമാകാൻ പോണതിൽ. അപ്പോൾ 2026 ജനുവരി 9 നമ്മൾ എന്താണ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്? ദി ബോക്സ് ഓഫീസ് വാർ അല്ലെങ്കിൽ ദി ബോക്സ് ഓഫീസ് യുദ്ധം, രണ്ടും ഒന്നാണ്, മലയാളം ഇംഗ്ലീഷ്. അല്ലെങ്കിൽ എന്താ പറയുക, ദി ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. പറയുമ്പോൾ പ്രഭാസ് ഫാൻസ് അല്ല, വിജയ് ഹേറ്റേഴ്സ് വന്ന് പ്രഭാസിൻ്റെ മൂഡ് താങ്ങും. അതായത് ഒരു വിജയ് പടം വരാൻ നേരത്ത് അവിടെ കുറേ മലയാള സിനിമ സ്നേഹികൾ ആ സമയത്ത് ഉദിച്ച് വരും. ഇവർക്ക് വേറെ തമിഴ് സിനിമ, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമ ഒന്നും ഇവിടെ റിലീസാകുമ്പോൾ കുഴപ്പമില്ല. വിജയ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും കേരളത്തിൽ മലയാള സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ല, മലയാള സിനിമയെ നശിപ്പിക്കാൻ നോക്കുന്നു, ഇങ്ങനെ കുറേ ഡയലോഗ്സ് വഴി ഇവിടെ കുറേ പ്രകൃതി പച്ചയൊളികൾ വരും. അത് ആ സമയത്ത് വരും. അതുപോലെ തന്നെ കുറേ പേര് പ്രഭാസ് ഫാൻസായിട്ട് കൺവെർട്ട് ആകുന്ന ദിവസം കൂടിയാണ് ജനുവരി 9. അത് ഇപ്പോഴേ എഴുതി വെച്ചു, അതിലൊരു സംശയമില്ല, അത് നടന്നിരിക്കും. അത് വിജയ് പടം ഇറങ്ങുമ്പോൾ നടക്കുന്നൊരു സംഭവമാണ്. ഇത് നമ്മൾ വിജയനെ പൊക്കിപ്പറയാൻ ചെയ്യുന്ന വീഡിയോ അല്ല, പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് ഡാറ്റാസ് വെച്ച് നിങ്ങളൊന്ന് നോക്കുക. ഈ പടം, അതായത് ജനനായകൻ എന്ന് പറയുന്ന പടം, ഒരു പ്രോപ്പർ പാൻ ഇന്ത്യൻ പടമൊന്നുമല്ല. 300 കോടി ബഡ്ജറ്റിലാണ് വരുന്നത്. ഇപ്പുറത്തിറങ്ങാൻ പോകുന്ന രാജാസാബ് എന്ന് പറയുന്ന പടം 400 to 450 കോടി ബഡ്ജറ്റ് വരുന്ന പ്രോപ്പർ പാൻ ഇന്ത്യൻ പടമാണ്. ആ രാജാസാബിന് എല്ലായിടത്തും പ്രോപ്പർ റിലീസ് ഉണ്ടാവും, എല്ലായിടത്തും നല്ല കിടിലൻ ഡബ്ഡ് വെർഷൻസ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്, എല്ലായിടത്തും പ്രൊമോഷൻ ഉണ്ടാവും. പ്രഭാസ് തന്നെ ചിലപ്പോൾ പോയി പ്രൊമോഷൻ ചെയ്യേണ്ടി വരും ബോളിവുഡിലൊക്കെ. ആ രീതിയിലായിരിക്കും സംഭവം അരങ്ങേറാൻ പോകുന്നത്. പക്ഷേ ജനനായകൻ എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ വിജയ് പടം. ടിപ്പിക്കൽ വിജയ് പടം എന്ന് പറഞ്ഞാൽ അതേ പാണ്ടിപ്പടം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. ആ പടത്തിന് മാസ് മസാല ടിപ്പിക്കൽ പടം, ഒരു പൊളിറ്റിക്കൽ പടം, അണ്ണൻ്റെ ലാസ്റ്റ് പടം, ആ ഒരു പ്രത്യേകതയുണ്ട്. ഇനി ഹിന്ദി മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിലേക്കൊന്നും വലിയ രീതിയിലുള്ള റിലീസ് ഉണ്ടാവും, പക്ഷെ പ്രൊമോഷൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട. പുള്ളിയുടെ മെയിൻ പരിപാടി ഓഡിയോ ലോഞ്ച് അത് നടത്തിയിട്ടുണ്ട്, അതാണ് പ്രൊമോഷൻ. ഇനി ഒന്നിനും പുള്ളിനെ പ്രതീക്ഷിക്കേണ്ട. പുള്ളി വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ബിസിയാകാൻ പോവുകയാണ്. ഇനി പിടിച്ചാൽ കിട്ടത്തുമില്ല, പോയി കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഈ പടവും, അതായത് ജനനായകനും ഈ പടവും രാജാസാബും തമ്മിൽ ക്ലാഷ് വെക്കാൻ നേരത്ത് ഈ രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രണ്ട് സിനിമകളും രണ്ട് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർസിൻ്റെ സിനിമകളാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല എല്ലാവർക്കും. വിജയ് ഹേറ്റേഴ്സിന് തർക്കമൊന്നും കാണില്ല, വിജയ് സൂപ്പർ സ്റ്റാറാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ. ക്രിട്ടിക്സ് പ്രൂഫാണ്, മനസ്സിലായ? അതായത് റിവ്യൂ പ്രൂഫാണ്. പുള്ള പടത്തിൻ്റെ റിവ്യൂ ബാധിക്കത്തില്ല. ഗോട്ട് എന്ന് പറയുന്നൊരു അപരാധ പടം ഇറങ്ങിയാണ് ഇതിനു മുമ്പ്. ആ ഗോട്ട് എന്ന് പറയുന്ന പടത്തിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് 450 കോടിയാണ്. എന്താ അപരാധ പടമായിരുന്നു? തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ 200 കോടി കളക്ഷൻ കിട്ടി. അപ്പോൾ അതാണ് പുള്ളിയുടെ റേഞ്ച്. നെഗറ്റീവിലും അതാണ് റേഞ്ച്. നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ പുള്ളിയുടെ ഒരു സിനിമയും പ്രോപ്പർ റിലീസ് നടത്തിയിട്ടില്ല. അവിടുത്തെ മൾട്ടിപ്ലക്സും കൂടി കിട്ടിയാലേ പ്രോപ്പർ റിലീസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ OTT കാലാവധി വെക്കാൻ നേരത്ത് മിനിമം 60 ദിവസം വേണം.
60 45 കൃത്യമായിട്ട് അറിയാൻ പാടില്ല, അത്രയും വേണം. അത് കഴിഞ്ഞ് OTTക്ക് ഡീല് കൊടുത്താൽ മാത്രമേ അവർ മൾട്ടിപ്ലക്സിൽ റിലീസ് സമ്മതിക്കത്തുള്ളൂ. മറിച്ച് 30 ദിവസം കൊണ്ട് OTT റിലീസാകാൻ പോകുന്ന സിനിമകൾ മൾട്ടിപ്ലക്സിൽ എടുക്കൂല. അപ്പോൾ വിജയുടെ ഒരു സിനിമയും ഹിന്ദിയിൽ ഡബ് ചെയ്തത് മൾട്ടിപ്ലക്സിൽ റിലീസ് ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിൽ ഗ്രോസ് അടിക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടുമില്ല. എന്നിട്ടും അവിടെ നിന്ന് 30 to 25 കോടി നെറ്റ് കളക്ഷൻ വിജയുടെ പടങ്ങൾ അടിക്കാറുണ്ട്. ഗോട്ട്, ലിയോ ഒക്കെ അടിച്ചതാണ്. മിക്സഡ് റെസ്പോൺസിലും നെഗറ്റീവ് റെസ്പോൺസിലും അടിച്ചതാണ്. അപ്പോൾ ആ ലെവലാണ് പുള്ളി, ഏത്, വിജയ്. ഇനി പ്രഭാസ്, നോർത്ത് ഇന്ത്യയിലൊക്കെ അറിയാലോ, പോസിറ്റീവ് വന്ന അങ്ങേരുടെ പടം കൊല തൂക്കാണ്. അപ്പോൾ ആ പാൻ ഇന്ത്യൻ സ്റ്റാർ പ്രഭാസിൻ്റെ ഹൊറർ കോമഡി ജാനറാണ്. സ്ത്രീ 2 ഒക്കെ അവിടെ വന്ന് അടിച്ച അടി നമ്മൾ കണ്ടതാണ്. ഹൊറർ കോമഡിക്ക് അത്രമാത്രം ഫാൻസ് ഉണ്ട്, അത്രമാത്രം ഫോളോയിങ് ഉണ്ട്. അപ്പോൾ നല്ലൊരു പടമാണെങ്കിൽ രാജാസാബ് നിന്ന് കത്തും. പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നതെങ്കിൽ ഓൾ ഓവർ ദി വേൾഡ് രാജാസാബ് തൂക്കിയാലും സൗത്ത് ഇന്ത്യ, ഓവർസീസ് ഈ 2 സ്ഥലങ്ങളിലാണ് ഹെവി കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ഈ 2 ആക്ടേഴ്സിനെ സംബന്ധിച്ച്. ആ കോമ്പറ്റീഷൻ നടക്കുന്ന മാർക്കറ്റുകളിൽ നെഗറ്റീവ് റെസ്പോൺസ് ആണ് 2 സിനിമക്കും വരുന്നതെങ്കിൽ ജനനായകൻ തൂക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇനി മിക്സഡ് റെസ്പോൺസ് ആണ് 2 സിനിമയ്ക്കും വരുന്നതെങ്കിലും ജനനായകൻ തൂക്കും. പോസിറ്റീവ് റെസ്പോൺസ് ആണ് 2 സിനിമയ്ക്കും വരുന്നതെങ്കിലും ജനനായകൻ തൂക്കും. ഇങ്ങനെ പറയുമ്പോൾ സമ്മതിക്കാൻ കുറേ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. സമ്മതിച്ചാലും ഇല്ലെങ്കിലും ജനനായകൻ തൂക്കും. പോസിറ്റീവ് ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ്, ഓവർസീസും തളപതി വിജയ് അടിച്ച് തകർക്കും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാജാസാബ് കട്ടയ്ക്ക് നിൽക്കും, നെക്ക് ടു നെക്ക് കിട്ടും, നിൽക്കും. പക്ഷേ അത് ഫൈനലിൽ വരുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ജനനായകൻ തന്നെ അടിക്കും. പക്ഷേ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ 2 സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ അവിടെ രാജാസാബ് വിജയനെ നിർത്തി അടിച്ചോടിക്കും. അത് വേറെ സംഭവം. കാര്യം പ്രഭാസിന് അവിടെ ഹ്യൂജ് മാർക്കറ്റുണ്ട്, അത് വിജയ്ക്ക് തൊടാൻ പറ്റത്തില്ല. ആ ലെവലിലൊരു സംഭവം അവിടെയുണ്ട്. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം അവിടെ അത് സംഭവിക്കും. മറിച്ചുള്ള സംഭവങ്ങളിലൊക്കെ ജനനായകൻ തന്നെ തൂക്കാനാണ് സാധ്യത. ഇതിങ്ങനെ പറയാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ബാഹുബലി 2-ന് ശേഷം റിലീസായ സിനിമയാണ് സാഹോ. ഹ്യൂജ് ഹൈപ്പ്, പാൻ ഇന്ത്യൻ സ്റ്റാറിൻ്റെ പടം. അപ്പോൾ ആ ലെവലിൽ വന്നിട്ട് ബോളിവുഡിലൊക്കെ അത്രയും പ്രൊമോഷൻ കൊടുത്തിറക്കിയ പടത്തിന് കിട്ടിയത് 400-425 സംതിങ് കോടിയാണ് കിട്ടിയത്. ഇവിടെ ഗോട്ടെന്ന് പറയുന്ന അപരാധ പടം 450 കോടി കയറ്റി അണ്ണനാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്. അത് പാൻ ഇന്ത്യൻ റിലീസ് ഇല്ലാതെ, ഹിന്ദി ബെൽറ്റിൽ പ്രോപ്പർ റിലീസ് ഇല്ലാതെ തന്നെ. ഇനി ഡിസാസ്റ്റർ റെസ്പോൺസ് കിട്ടിയ പടങ്ങൾ നമുക്ക് എടുത്ത് നോക്കാം. രാധേശ്യാം എടുക്കാം, 200 കോടി എന്തോ ഉള്ളു കളക്ഷൻ. ഇവിടെ 250-നടുത്ത് കയറ്റി ബീസ്റ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് വെച്ച്. അതാണ് അണ്ണൻ, ഇവിടെ നിൽക്കുന്ന അണ്ണൻ. അപ്പോൾ ഈ അണ്ണൻ നിൽക്കാൻ നേരത്തെ പുള്ള തല പുള്ള ഫുൾ ഫിഗർ, പുള്ള തല പുള്ള ഫുൾ ഫിഗർ. അത് കാണാൻ ആളുണ്ടേ, അത് കാണാൻ ആൾ കയറും, നമുക്കറിയാമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് പടം എന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റും കൂടി ഉള്ളതുകൊണ്ട്, കമ്മിറ്റ്മെൻറ്റ് ആർക്കാ ഉള്ളത്, ലാസ്റ്റ് പടം എന്നുള്ള സെൻറ്റിമെൻറ്റ്സും കൂടി ഉള്ളതുകൊണ്ട് ആ പടത്തിന് പോസിറ്റീവ് ആണെങ്കിൽ പിടിച്ചാൽ കിട്ടത്തില്ല. തമിഴ് സിനിമ ഇൻഡസ്ട്രി ഇതുവരെ 1000 കോടി എന്ന് പറയുന്ന ഫിഗറിലേക്ക് ടച്ച് കിട്ടില്ല. പക്ഷേ പ്രഭാസിനെ സംബന്ധിച്ച് പ്രഭാസ് 2 സിനിമ ടച്ച് ചെയ്തതാണ്, തെലുങ്കിൽ മറ്റൊരുപാട് സിനിമകൾ ടച്ച് ചെയ്തതാണ്. പ്രഭാസ് വീണ്ടും 1000 കോടി കയറും പോസിറ്റീവ് ആണെങ്കിൽ, അത് മറ്റൊരു കാര്യം. ഇനി വിജയനെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ വിജയ്ക്ക് 1000 കോടി എന്നുള്ളത്, അല്ലെങ്കിൽ കോളിവുഡിന് 1000 കോടി എന്നുള്ളത് തീണ്ടാപ്പാടകലെ എന്നുള്ള ലേബലിൽ നിൽക്കുകയാണ്. പണ്ടൊക്കെ നമുക്കറിയാം ബോളിവുഡ് മാർക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടായിരുന്ന സൗത്ത് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് കോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയാണ്. എന്തെണ്ണൊക്കെ ഇറങ്ങിയ ടൈമിൽ. അതിനുശേഷം രാജമൗലി വന്ന് ടോളിവുഡിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി, പ്രശാന്ത് നീൽ വന്ന് KGF-നെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി. ഇന്ന് അവിടെയൊക്കെ കോടികൾ വാരിക്കൂട്ടുമ്പോൾ കോളിവുഡ് വെറും കോമാളിയായിട്ട് നിൽക്കുകയാണ്. കോമാളി എന്ന് പറഞ്ഞാൽ 1000 കോടിക്ക് വേണ്ടി വെറുതെ ഒരു പടം പടച്ചു വിടുന്നു, അത് പച്ച അപരാധമായിട്ട് മാറുന്നു. കൂലി എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്. അപ്പം ഇനിയിപ്പം ചാൻസ് സൂപ്പർ സ്റ്റാറിന് നടന്നില്ലെങ്കിൽ തിളപതിക്ക് നടക്കത്തുള്ളൂ. പക്ഷേ തിളപതിക്ക് ഈ പടം കൊണ്ട്, ജനനായകം കൊണ്ട് നടക്കുക എന്നുള്ളത് വൻ ഡൗട്ടാണ്. അപ്പം അത് ഫാൻസിനും ഡൗട്ടുണ്ട്. പക്ഷേ പോസിറ്റീവ് ആകുകയാണെങ്കിൽ ലിയോ പോസിറ്റീവിൽ 600 കോടി വാരി, നെഗറ്റീവ് അട്ടർ ഡിസാസ്റ്റർ റെസ്പോൺസിൽ ഗോട്ട് 450 വാരിയെങ്കിൽ ഇത് ഫുള്ളി പോസിറ്റീവ്. എന്നാൽ 800 കോടിക്ക് മുകളിൽ ഷുവറായിട്ട് പോകും. പിന്നെ സിനിമ എന്ന് പറയുന്നത് ലാലേട്ടൻ പറയുന്ന പോലെ മോനെ ഇതൊക്കെ ഒരു മാജിക് അല്ലേ, ആ മാജിക് നടന്നാൽ 1000 കോടിയും ചിലപ്പം അടിച്ചെന്ന് വരും. അപ്പോൾ 2 സിനിമകൾക്കും ഹ്യൂജ് സക്സസ് ഉണ്ടാകട്ടെ. എന്തായാലും നടക്കാൻ പോകുന്നത് വമ്പ സംഭവമാണ്. പിന്നെ വേറൊരു സംഭവം കൂടി പറഞ്ഞേക്കാം, വിജയുടെ ബ്രാൻഡ് പവർ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. തമിഴ്നാട്ടിൽ മാത്രം രാജാസാബ് 10-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ദിവസം അണ്ണം പടമായിരിക്കും എല്ലാ തിയേറ്ററിലും. പിന്നെ പരാശക്തി കൂടെ ഇറങ്ങുന്നുണ്ട്, അതിന് സ്ക്രീൻസ് കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ പൊളിറ്റിക്കൽ കളി കളിച്ചവന്മാർ സ്ക്രീൻസ് മേടിക്കും. സ്ക്രീൻസ് മേടിച്ചാലും പുള്ളിക്ക് അത് പ്രശ്നമല്ല. ക്രിട്ടിക്സ് പ്രൂഫ് അറിയാമല്ലോ, റിവ്യൂ പ്രൂഫ്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച്, ഈ 2 സിനിമകൾ ഇറങ്ങുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് എന്താണ്, നിങ്ങളുടെ ആവേശം എന്താണ്, നിങ്ങൾ ഏത് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഏത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു, കമൻറ്റ് ബോക്സിൽ FDFS ഉറപ്പിച്ച ഒരു കമൻറ്റ് ബോക്സിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.